കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഓരോ ദിവസവും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് വരുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വൻ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കിന്നും പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ഇന്ന് ചെയ്യുന്നല്ലോ. ഓരോ ദിവസവും കർത്താവിൻ്റെ വചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും ദൈവം നമുക്ക് കൃപ നൽകുന്നല്ലോ. ഈ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്ക് ഒരുമിച്ച് എല്ലാ ദിവസത്തെ പോലെ തന്നെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. ദീർഘായുസ്സോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിനറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം ഇന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ പ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമാക്കി തന്നെ ദൈവം മാറ്റുന്നതിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികളെ ഇന്ന് അനുഭവിക്കുവാൻ, അത്ഭുതങ്ങളെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കുന്നല്ലോ. എല്ലാ ദിവസവും കർത്താവിൻ്റെ വചനം കേൾക്കുവാനും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും അത്ഭുതത്തിലും ഇന്ന് ബലപ്പെടുവാനും കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇത് ദൈവപ്രവർത്തികളുടെ സമയമാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാൻ ദൈവം നമുക്ക് അനുവദിക്കത്തില്ല. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ടൊരു വാക്യം ഇന്ന് വായിക്കാം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജോലിയിലായിക്കോട്ടെ, നിങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ, ജീവിതത്തിൽ എല്ലായിടത്തും ഫലം കായ്ക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ക്രിസ്തു യേശുവിനെ അറിയുന്നത് ഒരു ക്രിസ്ത്യാനിയാകുക എന്നൊരു വലിയൊരു പദവിയിലേക്കാണ് ആൾക്കാർ എത്തുന്നത്. എന്നാൽ ക്രിസ്ത്യാനിയാകുകയല്ല, ക്രിസ്തുവിലാകുകയാണ്. അപ്പോൾ ക്രിസ്തുവിലായ വ്യക്തി എങ്ങനെ ജീവിക്കണം? പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, അനുഗ്രഹം അനുഭവിക്കുവാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് തന്നെ അനുഗ്രഹം അനുഭവിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഓരോ ചുവടും ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവത്തിൻ്റെ പദ്ധതി താഴേക്കല്ല. ദൈവത്തിൻ്റെ പ്ലാൻ ക്രിസ്തു യേശുവിലൊരു അനുഗ്രഹമായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വചന ചിന്ത, നമ്മുടെ ജോലി മേഖലകളിൽ, നമ്മുടെ ബിസിനസ്സിൽ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ബ്രദർ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജോലിയിലായിക്കോട്ടെ, എൻ്റെ ബിസിനസ്സിലായിക്കോട്ടെ, എനിക്ക് നഷ്ടങ്ങളാണ്, എൻ്റെ ജീവിതത്തിൽ ശൂന്യതകൾ ഉണ്ടാകുന്നു, ഒത്തിരി പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ട്, എനിക്ക് ഉയരാൻ കഴിയുന്നില്ല. ഇന്നത്തെ ഈ വചനം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളെ നിൽക്കുവാൻ ദൈവം നമ്മളെ ഇന്ന് സഹായിക്കും. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം ഒന്ന് വായിക്കാം. പരിചിതമായ വാക്യമാണ്. ആവർത്തന പുസ്തകത്തിൻ്റെ അകത്ത് അതിൻ്റെ 28-ാം അധ്യായത്തിലെ ചില വചനഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. അവിടെ പഴയ നിയമത്തിൽ അവിടെ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ്. പഴയ നിയമത്തിലെ ആ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ചാലുള്ള അനുഗ്രഹത്തെ പറ്റി പറയുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ സകല കൽപ്പനകളും ന്യായപ്രമാണത്തിൻ്റെ മുഴുവനും യേശു നിവർത്തിച്ചു. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ഈ ആവർത്തന പുസ്തകത്തിലെ മുഴുവൻ അനുഗ്രഹത്തിൻ്റെയും അവകാശികളാക്കി ദൈവം നിങ്ങളെ തീർത്തിരിക്കുന്നു. ഇവിടെ പറയുകയാണ്, യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെയും നിനക്ക് സിദ്ധിക്കും. അതിൻ്റെ അർത്ഥം നിനക്ക് വരും, നിനക്ക് ലഭിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തി വിശ്വസിക്കുകയും ക്രിസ്തു യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് പഴയ നിയമത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. വചനം പറയുന്നു, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഈ ഒരു പട്ടണം എന്ന് പറഞ്ഞാൽ ഒരു പട്ടണമല്ല. നിങ്ങൾ ഏത് പട്ടണത്തിൽ ചെന്നാലും നമുക്കറിയാം, പലപ്പോഴും നിങ്ങൾ ഈ വചനം പഠിക്കുമ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, നിങ്ങൾ ചെല്ലുന്ന പട്ടണമല്ല നിങ്ങളുടെ അനുഗ്രഹം. അബ്രഹാം പുറപ്പെട്ടു, അബ്രഹാം ചെന്ന പട്ടണമല്ല അനുഗ്രഹം, അബ്രഹാമാണ്. നീ ഒരു അനുഗ്രഹമായി തീരും. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. അപ്പം ഒരു വ്യക്തിയിലേക്ക് അനുഗ്രഹം വരികയാണ്, ഒരു വ്യക്തിയിലേക്ക് ഉയർച്ച വരികയാണ്, ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം മുഴുവനും വരികയാണ്. അപ്പോൾ വചനം പറയുന്നു, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കുക. അപ്പം നിങ്ങളിരിക്കുന്ന പട്ടണം എത്ര വലിയ നാശത്തിൻ്റെ പട്ടണമാണെങ്കിലും, എത്ര പാപം നിറഞ്ഞ പിശാചിൻ്റെ കൂടെന്ന് ആൾക്കാർ പറഞ്ഞ പട്ടണമാണെങ്കിലും, നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിമിത്തം ആ പട്ടണത്തിൽ നിങ്ങൾ വലിയൊരു അനുഗ്രഹമായി തീരും. ആമേൻ.
നിങ്ങൾക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. അടുത്ത വാക്യത്തിൽ പറഞ്ഞു വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. വയലെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ, ആവർത്തന പുസ്തകം എഴുതുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഇന്നത്തെ പോലെ ബിസിനസ്സുകളോ ജോലികളോ ഒന്നും അവിടുത്തെ ആൾക്കാർക്കില്ല. അന്നത്തെ അവരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ആടുകൾ, വയലിലെ കൃഷി, ഇങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങളാണ് അവരുടെ മെയിൻ പ്രധാനപ്പെട്ട അവരുടെ വരുമാന മാർഗങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് വയലിൽ നീ അനുഗ്രഹിക്കപ്പെടുന്ന പറഞ്ഞാൽ കൃഷിയാണ് അന്നത്തെ ഏറ്റവും വലിയ. ഇന്നത്തെ പോലെ ടെക്നോളജി വളർന്നിട്ടില്ല. നമ്മൾ ഈ കാണുന്ന പോലെയുള്ള വളർച്ച ഉണ്ടാകാത്ത കാലഘട്ടത്തിൽ അവരുടെ മെയിൻ പ്രധാന വരുമാന മാർഗമായ വയൽ, അവിടെ പറയുകയാണ് വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം, അപ്പോൾ വയലിൽ അനുഗ്രഹിക്കപ്പെടുക എന്ന് പ്രത്യേകിച്ച് അത് പറയേണ്ട കാര്യമില്ലല്ലോ. കൃഷി ചെയ്യുന്നവൻ കൊയ്തെടുക്കാൻ പറ്റുമല്ലോ. അല്ല, നിങ്ങൾ നോക്കിയാൽ മതി, കൃഷിക്കാരോട് അന്വേഷിച്ച് കഴിഞ്ഞാൽ എല്ലാ കൃഷിയും സക്സസ് ആകത്തില്ല. കൃഷി എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ കൃഷിക്കാർ ഇപ്പോൾ അറിയാം പൊതുവേ ആളുകളൊക്കെ അതിൽ നിന്ന് പിന്മാറി വരുന്നു? കാരണം കൃഷി നഷ്ടത്തിലാണ് എപ്പോഴൊരു വാർത്തയൊക്കെ അല്ലേ. ചിലപ്പോൾ നമ്മൾ വാർത്ത കാണാറില്ലേ, അപ്രതീക്ഷിതമായിട്ടുള്ള മഴ ചതിച്ചു, കൃഷി നഷ്ടമുണ്ടായി. അങ്ങനെ പല രീതിയിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മുടക്കി അവർ കൃഷി ചെയ്യുന്നു. പക്ഷേ അവർ കൃഷികൾ എന്ത് ചെയ്യുന്നു? അത് മുഴുവനും നഷ്ടത്തിലേക്ക് പോകുന്നു. പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോകുന്നു. അവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്നു. കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ നമ്മൾ വാർത്ത കേൾക്കാറില്ലേ. അതിൻ്റെ അർത്ഥം എല്ലാ കൃഷിയും സക്സസ് ആകത്തില്ല, പരാജയങ്ങൾ സംഭവിക്കാം. എന്നാൽ ബൈബിൾ പറയുന്നു നീ വയലിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന ബിസിനസ് ആയിക്കോട്ടെ, ഏത് ജോലി മേഖലയായിക്കോട്ടെ, നിങ്ങൾ ഈ വചനം പറയണം. എൻ്റെ കർത്താവേ, എൻ്റെ ഈ ബിസിനസ്, അതിൻ്റെ പേര് പറയണം. ഇത് വയലിൽ നിന്ന് എടുത്തേക്കുന്നതിൻ്റെ കാരണം അന്ന് വയലുള്ളവൻ വയലിൽ അനുഗ്രഹിക്കപ്പെടുമെങ്കിൽ ഇന്ന് നിങ്ങൾ ഏത് ബിസിനസ്സാണോ ചെയ്യുന്നത്, ഏത് ജോലിയാണോ ചെയ്യുന്നത്, ആ ജോലിയുടെ പേര് പറയണം. അല്ലെങ്കിൽ അതെന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയണം. ഞാൻ അതിൽ അനുഗ്രഹിക്കപ്പെടും. അതിൻ്റെ അർത്ഥം ഏത് സീസൺ വന്നാലും, വെള്ളപ്പൊക്കം വന്നാലും, കോവിഡ് വന്നാലും, ഭൂമികുലുക്കം വന്നാലും, പ്രതിസന്ധികൾ ഏത് വന്നാലും അത് നിങ്ങളെ ബാധിക്കത്തില്ല. അവിടെ നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. ആമേൻ. അടുത്ത വാക്യത്തിൽ നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേരും ആടുമാടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അന്നത്തെ കാലഘട്ടത്തിലെ മെയിൻ കൃഷി എന്ന് പറഞ്ഞാൽ മൃഗങ്ങളും ഈ കൊയ്ത്തും വയലും കളപ്പുരകളും ഒക്കെയാണ് മെയിൻ കൃഷികൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് കൃഷി പ്രധാനപ്പെട്ടതെങ്കിൽ പോലും കൃഷിയേക്കാൾ ഉപരി എല്ലാവരും കൃഷിക്കാരല്ലല്ലോ. അന്നത്തെ കാലത്ത് ഭൂരിപക്ഷം ആളുകളും കൃഷിക്കാരായിരുന്നു. എന്നാൽ അവിടെ വചനം പറയുന്നു അവർ കന്നുകാലിയുടെ പിറപ്പ്, അതിനർത്ഥം മൃഗസമ്പത്തുകൾ, ആ മൃഗത്തെ കൊണ്ട് ആടുമാടുകളെ പറ്റിയുള്ള വലിയ പറഞ്ഞാൽ കാലഘട്ടത്തിൽ ആട്ടിടയന്മാരുടെ കാലഘട്ടമാണ്. അപ്പോൾ ഇതൊക്കെയും എന്ത് ചെയ്യും? വർദ്ധിക്കുമെന്ന് പറയുന്ന അർത്ഥമെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെയും പരാജയങ്ങൾ സംഭവിക്കത്തില്ല. അതിൻ്റെ അർത്ഥം സീസൺ മാറുമ്പോൾ, കാലാവസ്ഥ മാറുമ്പോൾ, വെള്ളപ്പൊക്കങ്ങൾ വരുമ്പോൾ കൃഷി നശിക്കുന്നു, ജീവിതം നശിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഏത് സീസൺ വന്നാലും നിങ്ങൾക്കൊരു കേടുപാടും വരികയില്ല, നിങ്ങൾക്കൊരു അനർത്ഥവും വരികയില്ല, നിങ്ങളെ അത് ബാധിക്കത്തില്ല. നിങ്ങളവിടെ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. അപ്പോൾ ഈ വചനം പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റു പറയണം. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക എന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ആ വാക്ക് കേട്ട് എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് അനുസരണം. ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ അതേപോലെ എടുക്കുന്നുവെങ്കിൽ, അതേപോലെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അതാണ് അനുസരണം. അപ്പോൾ നിങ്ങൾ ആ വചനം കേട്ടിട്ട് ആ വചനം നിങ്ങളുടെ ജോലിയിൽ, ബിസിനസ്സിൽ ഉപയോഗിക്കുമ്പോൾ പറയണം. ഇവിടെ കൃഷിയും കന്നുകാലികളുടെയും കാര്യം പറയുന്നത് പോലെ നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി പറയണം. എൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം പറയണം. അടുത്ത വാക്ക്, നിൻ്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. അപ്പോൾ എൻ്റെ കളപ്പുരകൾ നിറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ കലത്തിൽ അരിയോ നന്മകളോ കുറയത്തില്ല. അവിടെ എന്താ എൻ്റെ അർത്ഥം? നമുക്കറിയാം, നമ്മുടെ വീട്ടിൻ്റെ അകത്തിരിക്കുന്ന, അടുക്കളയിലിരിക്കുന്ന, നമ്മൾ ആഹാരം പാകം ചെയ്യുന്ന എല്ലാ പാത്രങ്ങളും നിറയണമെങ്കിൽ നമ്മുടെ വരുമാനം വർദ്ധിക്കണം. നിങ്ങളുടെ വരുമാനം കുറയുന്നതനുസരിച്ച് നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന എല്ലാ വസ്തുക്കൾക്കും കുറവ് വരും. ചിലർ പറയത്തില്ലേ, ഇന്ന് ബ്രദർ എൻ്റെ വീട്ടിൽ കഴിക്കാൻ ഒന്നുമില്ല, അതെൻ്റെ കഴിക്കാൻ ഇല്ലാത്തത്, കടയിൽ പോകാഞ്ഞിട്ടാണോ? അല്ല. സാധനം മേടിക്കാഞ്ഞിട്ടാണോ? അല്ല. അതിനുള്ള വരുമാനം എനിക്കില്ല. എന്നാൽ പറയണം, എൻ്റെ കൊട്ടയും മാവ് കുഴയ്ക്കും തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. ഇതെല്ലാം നമ്മുടെ ജോലിയിലും ബിസിനസ്സിലും ഒക്കെ നിങ്ങൾ പറയുമ്പോൾ വർധനവുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ നിങ്ങളെ തകർക്കാൻ വേണ്ടി എത്ര വലിയ വ്യക്തി വന്നിനി കൂടോത്രം ചെയ്താലും മന്ത്രവാദം ചെയ്താലും ഈ വചനം പറയുന്നിടത്തോളം കാലം അത് നിങ്ങൾക്ക് കേൾക്കത്തില്ല.
ഒരിക്കലും ഏക്കത്തില്ല, ഒരിക്കലും ഫലിക്കത്തില്ല. ആമേൻ. അതിനെ പറയുന്നു, നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. അടുത്ത വാക്യത്തിൽ പറയുന്നു, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. ശ്രദ്ധിച്ചോണം, ജോലി മേഖലയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ജീവിതത്തിലായിക്കോട്ടെ, എവിടെ ചെന്നാലും ഞാനൊരു അനുഗ്രഹം. അകത്ത് വരുമ്പോൾ അനുഗ്രഹം, പുറത്ത് വരുമ്പോൾ അനുഗ്രഹം. എത്ര പ്രാവശ്യമാണ് ഈ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? യു ആർ ബ്ലെസ്ഡ്, നീ ഒരു അനുഗ്രഹമാണ്. പറയണം, ഞാൻ ശാപമല്ല, ഞാൻ കുഴപ്പക്കാരനല്ല, ഞാൻ അനുഗ്രഹമാണ്. ജോലി സ്ഥലങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ പീഡ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരെ അവിടെ പദ്ധതികൾ ഇടുന്നുണ്ടെങ്കിൽ, ഈ വചനം പറയണം, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവരെന്നെ ഓടിക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അവരെൻ്റെ മുമ്പിൽ മുട്ടുമടങ്ങും. വചനം പറയുന്നു, ഈ വചനം പറയണം, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കിയിരിക്കുന്നു. ആക്കുമെന്നല്ല, ആക്കിയിരിക്കുന്നു. ഈ വചനമൊക്കെയും പറയുമ്പോൾ ആക്കും എന്നുള്ളതല്ല, ആക്കിയിരിക്കുന്നു. കാര്യം ക്രിസ്തു നമുക്ക് വേണ്ടി വില കൊടുത്തതുകൊണ്ട് അബ്രഹാമിൻ്റെയും ആവർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന മുഴുവൻ നന്മകൾക്കും ഇപ്പോൾ നിങ്ങൾ അവകാശിയാണ്. അപ്പം അവകാശിപ്പെടുമെന്ന് പറയേണ്ട, പെട്ടിരിക്കുന്നു. അവർ ഒരു വഴിയായി വരും, 7 വഴിയായി നിൻ്റെ മുമ്പിൽ നിന്നും ഓടിപ്പോകും. അതിൻ്റെ അർത്ഥം, നിങ്ങളെ എതിർക്കുവാൻ നോക്കുന്ന, തകർക്കുവാൻ നോക്കുന്ന വ്യക്തി പരാജയപ്പെടുന്നതല്ലാതെ, നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുന്നതല്ലാതെ ഒരിക്കലും ശത്രു നിന്നെ ജയിക്കത്തില്ല എന്ന് വചനം പറയുന്നു. യഹോവ നിൻ്റെ കളപ്പുരകളെയും നീ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. പറയണം, എൻ്റെ ജോലിയിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ പോക്കറ്റിൽ, എൻ്റെ സേവിങ്സിലും ഒരു നഷ്ടവും വരത്തില്ല. ഒരു പൈസ പോലും, ഒരു നന്മ പോലും നഷ്ടം വരത്തില്ല. ഞാൻ എല്ലാ ദിവസവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ആമേൻ. അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവമായ യഹോവയുടെ കൽപ്പന പ്രമാണിച്ചവൻ്റെ വഴികളിൽ നടന്നാൽ യഹോവ നിനക്ക് സത്യം ചെയ്തതുപോലെ തന്നെ വിശുദ്ധ ജനമാക്കി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇസ്രായേലിനോട് പറഞ്ഞ വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തങ്ങളുടെ മുഴുവൻ അനുഗ്രഹത്തിലും ഇപ്പോൾ അവകാശി യേശുവിലുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് വചനം പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. അപ്പം ന്യായപ്രമാണത്തിന് കഴിയാത്തത്, ഈ പ്രമാണങ്ങൾക്കോ കൽപ്പനകൾക്കോ കഴിയാത്തത് ദൈവത്തിൻ്റെ ജനത്തെ വിശുദ്ധരും നീതിമാനുമാക്കാൻ പറ്റാൻ വേണ്ടിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞില്ല. യേശുവിൻ്റെ രക്തം കൊടുത്ത് കർത്താവ് നിവർത്തിച്ചിട്ട് ഈ സകല അനുഗ്രഹങ്ങളും എൻ്റെ മേൽ ചൊല്ലി. ഇതിപ്പോൾ ഇസ്രായേലിന് മാത്രമല്ല അവകാശം, എന്നെയും ഇതിൻ്റെ അവകാശിയാക്കി മാറ്റിയിരിക്കുന്നു. ആമേൻ. അപ്പോൾ വചനത്തിൽ ശ്രദ്ധിച്ചോണം, ഈ വചനം പറയുന്നത് മുഴുവനും ഇതിപ്പോൾ എൻ്റെ അനുഗ്രഹമാണ്. ഇത് ഇസ്രായേലിന് വേണ്ടിയാണെന്ന് പറഞ്ഞത് എനിക്ക് അനുഗ്രഹമായി തീർന്നിരിക്കുന്നു. ഇനി ഓർത്തോണം, തക്ക സമയത്ത് ദേശത്തിൽ മഴ തരുവാനും നിൻ്റെ വേലയൊക്കെയും അനുഗ്രഹിക്കുവാനും യഹോവ നിനക്ക് നല്ല ഭണ്ഡാരം തുറക്കും. നീ അനേക ജാതിക്ക് വായ്പ കൊടുക്കും, നീ വായ്പ വാങ്ങത്തില്ല. ഈ വചനം മറക്കല്ലേ. ദൈവം പറയുന്നതാണ്, നീ വായ്പ മേടിക്കത്തില്ല, നീ വാരി വിതറി കൊടുക്കും, നീ നന്മ കാണും. എന്നോട് പറയണം, എപ്പോഴും പറയണം. ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യം വളരെ മോശമായിരിക്കാം, രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലായിരിക്കാം. നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഒരു പിടിവള്ളിയും എൻ്റെ മുമ്പിൽ ഇല്ലായിരിക്കാം. പക്ഷേ ഈ വചനം വലിയൊരു പിടിവള്ളി, ഇതേ പിടിച്ച് കയറി വരണം. പറയണം, തക്ക സമയത്ത് ദേശത്ത് മഴ. അപ്പോൾ ഞാൻ ഈ ദേശത്ത് മഴയെന്ന് ഉദ്ദേശിക്കുന്നത്, ഏത് സീസൺ വന്നാലും നിൻ്റെ സീസൺ ദൈവത്തിലാണ്. ഏത് പ്രശ്നം വന്നാലും എനിക്ക് സകലതും അനുകൂലമാണ്. എൻ്റെ വേലയൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. യഹോവ എൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറത്ത് നീ അനേക ജാതിക്ക് വായ്പ കൊടുക്കും, നീ വായ്പ വാങ്ങത്തില്ല. നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെയും നിൻ്റെ പുറകെ വരും. ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ നിന്നെ വാലല്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സകല കൽപ്പനകളും, ഈ കൽപ്പന കേട്ടനുസരിക്കുക എന്ന് പറഞ്ഞാൽ, ഇനി നിങ്ങൾ ഈ കൽപ്പനകളുടെ പുറകെ പോകണ്ട, യേശുവിൻ്റെ പുറകെ പോയി യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൽപ്പനകളുടെ മുഴുവൻ അനുഗ്രഹത്തിന് ഇപ്പോൾ അവകാശിയാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കത്തില്ല. എപ്പോഴും പറയണം, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉയർച്ച തന്നെ ഉണ്ടാകത്തുള്ളൂ. എൻ്റെ ഈ വചനം ശ്രദ്ധിക്കുന്ന, ഈ വചന ധ്യാനങ്ങൾ കേൾക്കുന്ന ആൾക്കാർക്കറിയാം, നമ്മളൊരിക്കലും കയറ്റത്തിലും ഇറക്കത്തിലും വിശ്വസിക്കത്തില്ല. താഴെ ഉണ്ടെങ്കിൽ, താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിനക്കൊരു ഇറക്കം ഉണ്ടെങ്കിൽ കയറ്റം ഉണ്ടെന്ന് പറയുന്ന പരിപാടിയല്ല. താഴ്ച ഉണ്ടെങ്കിൽ ഉയർച്ച ഉണ്ടെന്ന പരിപാടിയല്ല. എപ്പോഴും ബൈബിൾ, നിനക്ക് എപ്പോഴും ഉയർച്ച തന്നെ നീ പ്രാപിക്കത്തുള്ളൂ, താഴ്ച നീ പ്രാപിക്കത്തില്ല, താഴോട്ട് പോകത്തില്ല, ഗ്രാഫ് താഴോട്ട് പോകത്തില്ല. എനിക്കറിയാവുന്നൊരു വ്യക്തി പറയാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയൊരു സാക്ഷ്യം ഞാൻ കേട്ടത്. അദ്ദേഹത്തിൻ്റെ ജോലിയിൽ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജോലിയിൽ, ബിസിനസ്സിൽ, ജോലിയിലല്ല ബിസിനസ്സിൽ. അദ്ദേഹം ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ബിസിനസ്സിൻ്റെ ഗ്രാഫ് വർദ്ധിച്ചു, ഇന്നേ വരെ അത് താഴേക്ക് പോയിട്ടില്ല. കാര്യം ഈ വചനം വിശ്വസിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം
അദ്ദേഹത്തിന് തകർക്കുവാനോ തകർന്നു പോകുവാനോ വചനം സമ്മതിക്കത്തില്ല. ദൈവത്താൽ ഉയർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ദൈവത്താൽ അനുഗ്രഹം വന്നുകൊണ്ടേയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് ഈ വചനങ്ങൾ എല്ലാ ദിവസവും ജോലി ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ പറഞ്ഞാൽ വലിയൊരു വർധനവ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത നന്മകളാൽ ദൈവം നിറയ്ക്കുവാൻ ഇടയായിത്തീരും. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാൻ എന്നോട് കർത്താവ് പറയുകയാണ്, ഒരു ചഞ്ചൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ചഞ്ചൽ, അതൊരു ഒഫീഷ്യൽ നെയിമാണോ അതോ വിളിപ്പേരാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതെന്നെ കേൾക്കുന്നൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചഞ്ചലിനെ ഞാൻ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ ചഞ്ചലിൻ്റെ കുടുംബത്തിൽ തന്നെ ചഞ്ചലിനെ കൂടാതെ മറ്റൊരു സഹോദരനും കൂടെ ചഞ്ചലിനുണ്ട്. ഈ ചഞ്ചൽ എന്ന് പറയുന്നയാൾ മൂത്തയാളാണ്. കർത്താവോട് പറയുന്നു, അതായത് കുടുംബത്തിൽ മൂത്ത വ്യക്തിയാണ്. ആ കുടുംബത്തിൻ്റെ മേൽ ഇന്നിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോയിട്ട് എല്ലാ ജീവിതത്തിൽ മുന്നോട്ടൊരു സാധ്യതകളില്ലാത്തൊരവസ്ഥയാണ്. ഇതൊരു നാശത്തിൻ്റെ ഒരു അടയാളമാണ്. പക്ഷേ ഇന്ന് ഈ വചനം പറയുമ്പോൾ ആ നാശം വിട്ടൊഴിഞ്ഞ് നന്മ തുറക്കുന്നൊരു ദൈവമുണ്ടെന്ന് കാണാൻ വേണ്ടി പോവാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇടിക്കുള എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ, ഇടിക്കുള എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനം, ഞാൻ പേര് കാണുന്നുള്ളൂ, വ്യക്തിയെ കാണുന്നില്ല. ആ കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. കുടുംബത്തിൻ്റെ അകത്ത് ഒത്തിരി ഇതേപോലെ തന്നെ കൊടുക്കൽ വാങ്ങലുകൾ നിമിത്തം ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചു. എന്നാൽ തലമുറകളുടെ കാലം വന്നപ്പോഴേക്കും നന്മ അനുഭവിക്കാൻ കഴിയാതെ പല നന്മകളും പല അനുഗ്രഹങ്ങളും പലപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നന്മ ലഭിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നൊരു മേഖലയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഇന്ന് അതിൻ്റെ അകത്തുനിന്ന് മോചനം വരികയാണ്, നന്മ വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും എന്ന വചനത്താൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഉയർച്ച തന്നെ ഉണ്ടാകും, താഴ്ച ഉണ്ടാകത്തില്ല. ഇതോടൊപ്പം തന്നെ രോഗികളായി ഭാരപ്പെടുന്നവർ കൈവച്ചോട്ടെ. ആ രോഗമുള്ള ഭാഗത്ത് മുഴകൾ അപ്രതീക്ഷിതമാകുന്നു. ക്യാൻസറുകൾ യേശു ക്രൂശിൽ പറയണം. എൻ്റെ ക്യാൻസർ യേശു ക്രൂശിൽ വായിച്ചതാണ്. എൻ്റെ ബ്ലഡിലെ കൗണ്ടുകൾ, അത് ഷുഗർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ഏത് രോഗമായിക്കോട്ടെ, ഇനി മേലാൽ അത് കൂടുകയോ കുറയത്തോ ഇല്ല. നോർമൽ കണ്ടീഷനിൽ യേശുവിൻ്റെ തിരുമുറിവിനാൽ, യേശുവിൻ്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. അത്ഭുതം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികൾ അവിടെ വന്നിരിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വലിയ ദൈവപ്രവൃത്തിക്കായിട്ട് നന്ദി പറയുന്ന അത്ഭുത വിടുതൽ. ഇപ്പോൾ ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് കൈ എടുക്കുമ്പോൾ രോഗം അവിടെ കാണത്തില്ല, വേദന അവിടെ കാണത്തില്ല. യേശുവിൻ്റെ മുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ മുറിവിൽ എനിക്ക് അത്ഭുതം വന്നിരിക്കുന്നു. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ അങ്ങ് തൊട്ട് അത്ഭുത സൗഖ്യത്തിനും വിടുതലിനും നന്ദി പറയുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ അത്ഭുത കരം ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മേൽ സംഭവിക്കുന്നില്ലപ്പോൾ, ഇപ്പോൾ തന്നെ അത്ഭുതകരമായി തന്നെ ഞങ്ങളുടെ മേൽ സംഭവിക്കുന്നില്ലപ്പോൾ. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവെ ഞങ്ങളെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ അത്ഭുതം ഇന്നവിടെ ഉണ്ടാകുന്നില്ലപ്പോൾ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ സ്മിത എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുകയാണ്. 2 ആൺതലമുറകളുള്ള ഒരു സ്മിതേനെ കർത്താവ് സ്പർശിക്കുക. 2 ആൺതലമുറകളുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അത്ഭുതകരമായ വിടുതൽ ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കുന്നു. പ്രത്യേകിച്ച് ആ തലമുറകളെ ദൈവം തൊടുന്നു. അവർ അതിരുകളെ ദൈവം വിസ്താരമാക്കുന്നു. ഈ ദിവസങ്ങളിൽ ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ. ഇന്ന് കേട്ട വചനം പോലെ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയേ, വർധനവുണ്ടാകും. നിങ്ങളുടെ തകർച്ചകൾ മാറും. നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ ഗ്രാഫ് ഉയർന്നു വരും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു. എല്ലാ ദിവസത്തെ പോലെ നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും എന്ന വചനത്താൽ അത് സംഭവിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയുന്നു, ഇത് നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ സമയമാണ്. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളെ പിന്തുടരും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്നും പ്രാർത്ഥനയിലും വചനത്തിലും ശക്തിപ്പെടാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.